യുഎസ് ട്രഷറി വകുപ്പിന്റെ കമ്പ്യൂട്ടർ ശൃംഖലയിൽ കടന്നുകയറി രേഖകൾ മോഷ്ടിച്ച ചൈനീസ് ഹാക്കർമാർ. ഇത് സംബന്ധിച്ച് ട്രഷറി വകുപ്പ് ജനപ്രതിനിധി സഭാംഗങ്ങൾക്ക് അയച്ച കത്തുദ്ധരിച്ച് രാജ്യാന്തര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ രഹസ്യ സ്വഭാവമില്ലാത്തതും നിലവിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളതുമായ രേഖകളാണ് ഹാക്കർമാർക്ക് ലഭിച്ചതെന്നുമാണ് കത്തിൽ പറയുന്നത്. ഡിസംബർ 8-നാണ് ട്രഷറി വകുപ്പ് വിവരമറിഞ്ഞത്. സംഭവത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വകുപ്പും അന്വേഷണം നടത്തുന്ന FBI-യും ഇതുവരെ മറുപടി നൽകിയിട്ടില്ലെന്നും റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. തേർഡ് പാർട്ടി സൈബർ സെക്യൂരിറ്റി സേവനദാതാവായ ബിയോണ്ട് ട്രസ്റ്റിന്റെ സേവനങ്ങൾ ഇപ്പോൾ ഓഫ്ലൈൻ ആക്കിയിട്ടുണ്ട്. ബിയോണ്ട് ട്രസ്റ്റിനെ മറികടന്ന് ട്രഷറി വിഭാഗത്തിന്റെ സെർവറുകളിൽ ഹാക്കർമാർ കടന്നു കയറിയതിന് നിലവിൽ തെളിവുകളില്ലെന്നും ട്രഷറി വിഭാഗം വക്താവ് അറിയിച്ചു. ഈ മാസം ആദ്യം യുഎസിലെ ഏറ്റവും വലിയ 3 ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനികളിലേക്കും കടന്നുകയറുവാൻ ചൈനീസ് ഹാക്കർമാർ ശ്രമം നടത്തിയിരുന്നു. സാൾട്ട് ടൈഫൂൺ എന്ന് പേരിട്ടിരുന്ന ആ ഹാക്കിംഗിൽ ജനപ്രതിനിധി സഭാംഗങ്ങളുടെ ഫോൺ കോളുകൾ, ടെക്സ്റ്റ് മെസ്സേജുകൾ തുടങ്ങിയവ നിരീക്ഷിക്കുവാൻ സൈബർ ക്രിമിനലുകൾക്ക് കഴിഞ്ഞിരുന്നു. അതേസമയം വാഷിംഗ്ടണിലെ ചൈനീസ് എംബസി ആരോപണം തള്ളി.